CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി. കുന്നംകുളം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തകരാറിലായി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽട്ടർ സൗകര്യമൊരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ സന്ദർശനം നടത്തിയാണ് സഹായം അറിയിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ചികിത്സ തേടിയ കുട്ടികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി വിദ്യാഭ്യാസം ആരോഗ്യം വകുപ്പ് മന്ത്രിമാർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നിവേദനം നൽകി. എടക്കഴിയൂരിൽ ബൈക്ക് തെന്നിമറിഞ്ഞ് അപകടം. 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റ അണ്ടത്തോട് സ്വദേശി അറക്കൽ കബീർ, പാപ്പാളി ചാലിൽ അഷറഫ് എന്നിവരെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1996-97 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കാട്ടകമ്പാൽ പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PWD അധികൃതരുടെ അനാസ്ഥ. ഒഴിവായത് വൻ ദുരന്തം. മന്നലങ്കുന്ന് സെന്ററിൽ പഴയ ദേശീയപാതയ്ക്കരികിൽ നിന്നിരുന്ന പൂമരം ബുധനാഴ്ച കടപുഴകി വീണു. മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ആരും മുഖവിലക്കെടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ NSS സൗഹൃദ അധ്യാപകർക്കായുള്ള പരിശീലനം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്രാമ്പിക്കൽ വീട്ടിൽ 62 വയസ്സുള്ള പ്രസാദിനെയാണ് രാവിലെ 6ഓടെ വീടിനു സമീപത്തെ പറമ്പിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുന്നയൂർക്കുളം കിഴക്കേച്ചറായി യുവധാര കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ ഡോക്ടർ മദർ മേഴ്സിറ്റ കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. പടക്കേക്കാട് യൂത്ത് പവറും NMK സ്മാരകവും സംയുക്തമായി പെരുന്നാൾ പെരുമ എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ SKSSF കൊരട്ടിക്കര യൂണിറ്റ് ആദരിച്ചു. പൊന്നിയൂർക്കുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കുടുംബ സംഗമവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടത്തി. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.